എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ വമ്പൻ ട്വിസ്റ്റുകൾ ആണ് നടന്നിരിക്കുന്നത്. ഈ സീസണിൽ മികച്ച മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നിട്ടും ഈ സീസൺ ഇപ്പോൾ ശോകമുഖ അവസ്ഥയിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ നടന്നുവെന്നാണ്. പ്രേക്ഷകരെയും വീട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള എവിക്ഷൻ ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഋഷി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായെന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒട്ടുമിക്ക ടാസ്കിലും മികച്ച പ്രകടനം നടത്തി നന്നായി കളിച്ച ഒരു മത്സരാർത്ഥി ആയിരുന്നു ഋഷി. പക്ഷേ ഇപ്പോഴിതാ പ്രേക്ഷക വിധി പ്രകാരം ഋഷി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ്. ഋഷിയെക്കാളും ഡിസർവിംഗ് അല്ലാത്ത പ്ലേയേഴ്സ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ ഋഷി പുറത്തായത് തികച്ചും അൺഫെയർ ആണെന്നാണ് ആരാധകർ പറയുന്നത്. നോറ, നന്ദന്, ശ്രീതു തുടങ്ങിയവർ സേഫ് ഗെയിം കളിക്കുമ്പോഴും ഋഷിയെപ്പോലൊരു സ്ട്രോങ് പ്ലെയർ പുറത്തായതിൽ ആരാധകരെല്ലാം വലിയ കലിപ്പിലാണ്. ഋഷിയുടെ ഈ പുറത്താകലിന് പിന്നിൽ കളിച്ചത് ബിഗ് ബോസ് ടീം തന്നെയാണ്. ഋഷിയുടെ ആരാധകരെല്ലാം വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് അൻസിബയ്ക്ക് നൽകിയപ്പോൾ ഋഷി ഡേഞ്ചർ സോണിലേക്ക് പോയി. അതാണ് ഋഷിക്ക് തിരിച്ചടിയായത്. ഈ ആഴ്ച ശ്രീതു പുറത്താവണം എന്നായിരുന്നു എല്ലാ ബിഗ് ബോസ് ആരാധകരുടെയും ആഗ്രഹം. ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ശ്രീതുവിന്റെ മുന്നേറ്റം ഋഷിയുടെ പുറത്താവലിന് കാരണമായി. നിലവിൽ ബിഗ് ബോസ് വീട്ടിലുള്ള സേഫ് ഗെയിമേഴ്സിനേക്കാളും എത്രയോ മികച്ച മത്സരാർത്ഥിയായിരുന്നു ഋഷി. എന്തായാലും ഇപ്പോൾ ഋഷിയുടെ പിൻവാങ്ങൽ ബിഗ് ബോസ് വീടിനെ ഇളക്കിമറിച്ചിരിക്കുകയാണ്. ഋഷി പുറത്തായതുകൊണ്ട് തന്നെ അൻസിബ ഗെയിം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഋഷിക്ക് ഒപ്പം അപ്സരയും ഈ ആഴ്ച പുറത്താകും എന്ന് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ആയിരിക്കും അപ്സര പുറത്താകുന്നത്. അതിന്റെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന എവിക്ഷനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് വാർത്തകൾക്കും വോട്ടിംഗ് റിസൾട്ടിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.